ഈ മാങ്ങകൾക്കിടയിൽ ഈ കുറ്റ്യാട്ടൂർ മാങ്ങകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇപ്പോഴും ആ മാമ്പഴക്കാലം തുടങ്ങി. ഇപ്പോഴും കുറ്റ്യാട്ടൂരെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മാങ്ങകൾ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറയുമ്പോൾ പണ്ട് തന്നെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നതും ഒരു പ്രശസ്തമായൊരു മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. ആ കുറ്റ്യാട്ടൂറാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട്. ഈ കുറ്റ്യാട്ടൂർ പോകുന്ന പ്രദേശങ്ങളിൽ റോഡ് സൈഡെല്ലാം ഈ ഒരു മാങ്ങ വിൽപ്പനയുണ്ട്. എന്തായാലും ആ കുറ്റ്യാട്ടൂർ മാങ്ങയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഈ മാമ്പഴങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഒരു മാമ്പഴം നമ്മുടെ കുറ്റ്യാട്ടൂർ മാങ്ങ. ആ കുറ്റ്യാട്ടൂർ മാങ്ങ എന്നുള്ള പേര് വരാൻ കാരണം പേരെന്ന് വെച്ചാൽ പിന്നെ മുമ്പേ ഒരു 10-60 മുമ്പേ ഒരു നമ്പ്യാറ പോലും ഇത് ഉണർന്നിന്. ഈ കുറ്റ്യാട്ടക്കാരൻ നമ്പ്യാറായതുകൊണ്ടാണ് നമ്പ്യാർ വാങ്ങാൻ തീരുന്നത്. നമ്പ്യാർ മാങ്ങാന്നും കൂടി നമ്പ്യാർ വാങ്ങാൻ ഇപ്പം അത് കുറ്റ്യാട്ടൂർ വാങ്ങിയാൽ ആദ്യം നമ്പ്യാർ വാങ്ങി. അടുത്തത് ഒന്ന് പ്രശസ്ത ഈ കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന രീതിയിൽ പേര് മാറി. അതിപ്പോൾ ഒരു 5-6 കൊല്ലം ആയിട്ട് അത്ര വരെ നമ്പ്യാർ വാങ്ങിയല്ലേ. ഈ നമ്പ്യാർ ആവലും പിന്നെ എൻ്റെ തയ്യിലെ മുടച്ചിട്ട് പിടിപ്പിക്കും. അങ്ങനെയാണ് നമ്പ്യാറിൽ ഇപ്പം കുറ്റ്യാട്ടൂർ വാങ്ങിയത്. അങ്ങനെ ആളുകൾക്ക് വാങ്ങാറുണ്ടോ? ആൾ വാങ്ങുന്നുണ്ട്. ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട്. ഇഷ്ടം പോലെ. ഈ റോഡ് സൈഡ് മുഴുവനായിട്ട് ഇപ്പം മാങ്ങയുടെ ഇപ്പോൾ ഒരുപോലെ വാങ്ങിയായി. അതുകൊണ്ട് ഇപ്പം വിലയും കുറവാണ്. കുറച്ച് നാളത്തേക്ക് ഒരു വിഷു വരെ ഇത് തന്നെയായിരിക്കും. ഈ കുറ്റ്യാട്ടൂർ മാങ്ങയുടെ ആദ്യ പേര് നമ്പ്യാർ മാങ്ങയാണ്. ഈ നമ്പ്യാരാണ് ആദ്യം ഇതിൻ്റെ തൈ നടുകയും അത് വളർന്ന് ഒരു മാമ്പഴമായിട്ട് മാറുകയും അങ്ങനെയാണ് നമ്പ്യാർ മാങ്ങ എന്ന് ഈ കുറ്റ്യാട്ടൂർ മാങ്ങയ്ക്ക് പേര് വന്നത്. പിന്നീടാണ് ഇത് കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന നിലയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ കുറ്റ്യാട്ടൂർ മുഴുവനും ഈ റോഡ് സൈഡുകളെല്ലാം ഈ മാങ്ങ വിൽപ്പന നടക്കുന്നുണ്ട്. ഒരു മാമ്പഴക്കാലം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത്. കുറ്റ്യാട്ടൂർ മാങ്ങയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കേരളത്തിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു മാമ്പഴമാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. ആ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെ ആ മാങ്ങ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജൻറ്റ്.